യൂട്യൂബ് ചാനൽ. ഇത് നമ്മള് അസറുവിന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. വാട്ട്സ് ഇൻ മൈ ബാഗില് ഞെട്ടിപ്പരിച്ചു പോകും. കേരളം തത്തു നിൽക്കും എന്റെ ബാഗ് തുറക്കുമ്പോ. ഇതാണ് എന്റെ ഗ്യാസിനുള്ള ഗുളിക അംല. വെസ്റ്റീജുകാർക്ക് ഫ്രീ ആയിട്ട് ഒരു പരസ്യമായിക്കോട്ടെ. ഇത് വീണ്ടും ഇത് എന്തിനുള്ള ഗുളികാരെന്ന് അറിയില്ല. എന്റെ പെങ്ങൾ 2 പെങ്ങന്മാരും വെസ്റ്റീജിന്റെ ആൾക്കാരാണ്. അപ്പൊ ഒരു വെറുതെ കൊടുന്നേരം ഞാൻ ഫ്രീ ആയിട്ട് കുടിക്കും. എന്തിനാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എയർപോർട്സ് അതിന്റെ റേറ്റ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുന്ന ആളുകൾക്ക്. പിന്നെ എന്റെ 1,40,000 രൂപയുടെ ഓല എന്റെ വണ്ടി ഏതാ, ചേതക്കിന്റെ കീ. പിന്നെ ഞാൻ ഇവിടെ തന്നെ വെട്ടിണ്ടാക്കി എന്റെ കർച്ചി. പിന്നെ എന്റെ ഐഫോൺ അല്ല, എന്റെ ഐക്യുവിന്റെ ചാർജർ. പിന്നെ ഇതാ എന്റെ പേസ്റ്റ്, പിന്നെ എന്റെ ബ്രഷ്. ഇത് രണ്ടും എനിക്ക് എപ്പോഴും വേണം. കാരണം എനിക്ക് വായുനാറ്റം ഉണ്ടാവുന്നത് ഇഷ്ടമല്ല. നാട്ടുകാരെ പോലെയല്ല ഞാൻ, എനിക്ക് ഭയങ്കര വൃത്തിയാണ്. പിന്നെ എന്റെ വാലറ്റ് തുറന്ന് കാണിക്കണോ, കോടിക്കണക്കിന് രൂപ ഞാൻ അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ കണ്ടമാന സാധനം ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കയറിയ ട്രെയിൻ ടിക്കറ്റ്, ഞാൻ ആദ്യമായി അയച്ച കത്തിന്റെ മറ്റേ റെസിപ്റ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും. പിന്നെ ഉള്ളത് പിന്നെ ബ്രെയിന്റെ കാർഡ്. ഞാൻ എവിടെ പോയാലും നാട് നേരിൽ ഇതെന്ത് ചെയ്യും, വിതരണം ചെയ്യും. കമോൺ ബ്രെയിനിലോട്ട് സ്വാഗതം. ബ്രെയിന്റെ കാർഡ്സ് ഉണ്ട്. പിന്നെ ഇത് ഇവിടുന്ന് കട്ടുണ്ടായതാണ്. സോറി, ഇപ്പൊ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഇവിടുന്ന് അറിയാതെ ഒരു സ്ഥലത്തൊക്കെ പെട്ടതാണ്. സോറി. പിന്നെ ഇത് ഞങ്ങൾ ഐപാഡിന്റെ ചാർജർ. ഐപാഡ് യാസിന്റെ അടുത്ത്, ചാർജറിന്റെ അടുത്ത്. അതുകൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല. കാരണം ഞങ്ങൾ എല്ലാം പാർട്ട്ണർഷിപ്പാണല്ലോ. അപ്പൊ കുറച്ച് ഞാനും കുറച്ച്. പിന്നെ ഇതിന്റെ പെർഫ്യൂമിന്റെ എന്താണ് അടപ്പണ കുപ്പി ഇതിലില്ല. പിന്നെ വിക്സ് ഇല്ലാതെ എനിക്ക് പറ്റൂല. പക്ഷെ പിന്നെ എന്നോട് വിക്സ് തേക്കാൻ. പിന്നെ വാച്ചിന്റെ സാധനം, പക്ഷെ വാച്ചിന്റെ മറ്റേ എന്ത് കാണാനില്ല, മെയിൻ സാധനം കാണും. പിന്നെ വിവിധങ്ങളായ പേന. ഞാനൊരു മാസമാണല്ലോ. അപ്പൊ എപ്പോഴാണോ എനിക്ക് ശരിയിടാൻ തോന്നുന്നത് അപ്പൊ ഞാൻ ആളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, നേരത്തെ ശരി തെറ്റു ശരി. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നോട് എല്ലാരും ചോദിക്കണം ഇത്രയും വലിയ സുഗന്ധം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ബ്രാൻഡ്. ഓൺലി 80 rupees. അല്ല കണ്ടോ, എന്റെ ഫാൻസ് ഒക്കെ കമന്റ് ചെയ്താൽ മതി. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇത് ഞാൻ വേറെ ഉപയോഗിച്ച് തീർത്തൊരു പെർഫ്യൂം കുപ്പി. ഇതാ മറ്റേ വാച്ചിന്റെ ബാക്കി. ഇത് പിന്നെ എപ്പോഴാണോ ചെരുപ്പ് പൊട്ടിക്കാൻ വേണ്ടി സൂപ്പർ ഗ്ലൂ. പിന്നെ വീണ്ടും ബ്രെയിന്റെ കാർഡ്. പിന്നെ ഇത് ഞാൻ ചാർജറിന്റെ മറ്റേ സുന. ദിവസം പൊട്ടിയപ്പോ എന്നോ നേരാക്കണം വിചാരിച്ചത്, കിട്ടുന്നതില്ല. ഇതിന്റെ ബാക്കി അറിയില്ല, എന്താ നോക്കട്ടെ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് എന്റെ ഉമ്മാന്റെ ലിസ്റ്റ് ആണ്. ഉമ്മാക്ക് എപ്പോഴാണോ മരുന്ന് വേണ്ട അപ്പൊ വാങ്ങാൻ വേണ്ടിട്ട് ഉമ്മാന്റെ ലിസ്റ്റ്. പിന്നെ ഇത് ഗ്യാസിന്റെ ഗുളിക. അമ്ല തോച്ചു പോകുമ്പോ ഞാൻ ഇത് ഉപയോഗിക്കും. അമ്ലക്ക് വരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഗ്യാസ് ഉണ്ടാവുമ്പോ ഞാൻ അത് ഒമി വെച്ചിട്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് നൂല്. എല്ലാവരും വിചാരിക്കും നൂലെന്താന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ഈർക്കിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അത് എന്ത് വെച്ചിട്ട് കാണിക്കും, നൂല് വെച്ചിട്ട്. ഇതിപ്പോ ലൈവ് കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് കാണിക്കാത്ത. പിന്നെ ഇതെന്തോ കടലാസ്. ഇത് ഇന്റെ ഗുളികന്റെ ലിസ്റ്റ്. ഇത് മറ്റേ സാധനം ഓർബിറ്റ്. പിന്നെ ഇതിന്റെ പുണ്ണിനുള്ള മറ്റേ ഓയിന്റ്മെന്റ്. പുണ്ണുണ്ടാവും നമ്മളിങ്ങനെ തരുന്ന ഓയിന്റ്മെന്റ്. പിന്നെ സെന്റർ ഫ്രഷ്. എന്റെ മൗത്ത് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം നോക്കാം. പിന്നെ എന്റെ ഒരു മോതിരം. പിന്നെ വെളുത്തുള്ളി. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മള് ഗ്യാസ് ചിലപ്പോ ഓമിമ പോലും വെക്കൂല ഗ്യാസ്. അപ്പൊ നമ്മള് വെളുത്തുള്ളി ഉപയോഗിക്കും. ഇത്രയും സാധനങ്ങൾ. ഞാനും ഗ്യാസ് ഏജൻസി തമ്മിൽ ഡീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് ചില്ലറ പൈസ. പിന്നെ വേറൊരു മോതിരം. അത്ര തന്നെ ഉള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾ എന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഷൻ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. Thank you for watching.